ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മരുന്നില്ലാതെ പ്രഷർ നിയന്ത്രിക്കാൻ പറ്റുമോ? ഹൈപ്പർ ടെൻഷൻ, പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ അതിനൊരു ഉത്തരം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇനി പറയുന്ന കാര്യങ്ങൾ താഴെ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തീർച്ചയായും കേൾക്കേണ്ടതാണ്. ഒന്നാമതായിട്ട്, അച്ഛനും അമ്മയ്ക്കും പ്രഷറുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ രക്തബന്ധുക്കൾക്ക് മിക്കവാറും എല്ലാവർക്കും പ്രഷറിൻ്റെ അസുഖം ഉള്ള ഒരു ഗ്രൂപ്പ് ആൾ. അതുപോലെ പ്രഷറിന് സ്ഥിരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പുകാർ. അടുത്തത്, വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് മരുന്ന് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പ്രഷറും കൂടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, മോനെ പ്രഷറുണ്ട്, അപ്പോൾ ഒരാഴ്ച നല്ലപോലെ ഉപ്പൊക്കെ നിയന്ത്രിച്ച് എന്തെങ്കിലുമൊക്കെ എക്സർസൈസൊക്കെ ചെയ്തിട്ട് ഒന്നുകൂടെ വരിക, അന്നേരം പ്രഷർ ഇതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ മരുന്ന് കഴിക്കണം ആ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സെഡൻറ്ററി ലൈഫുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഫ്ലാറ്റിൽ താമസിക്കുന്നവർ, ഇവർക്കൊക്കെ മിക്കവാറും ഒക്കെ ഒരു സെഡൻറ്ററി ലൈഫായിരിക്കും ആ ഗ്രൂപ്പുകാർ. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ 4 ഗ്രൂപ്പുകാരും താഴെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനം, ഒന്നാമത്തെ കാര്യം, ഉപ്പ് വളരെ നിയന്ത്രിക്കുക. ഉപ്പ് നിയന്ത്രിക്കുക എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ മരുമകൾ പിന്നെ ഉപ്പേ കൊടുക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം ഇല്ല. ഉപ്പ് നിയന്ത്രിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനം ഈ ഉപ്പ് കൂടുതലുള്ള ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, പപ്പടം, അതുപോലെ തന്നെ അച്ചാർ, ഉണക്കമീൻ, അതുപോലെ ക്യാനിൽ വരുന്ന ഫുഡുകൾ, ക്യാനിൽ വരുന്ന പ്രിസർവ് ചെയ്ത മീറ്റ്, ഇതൊന്നും കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഉപ്പിട്ടിട്ട് കുറച്ച് ഭക്ഷണം പുള്ളിയുടെ അടുത്ത് മാറ്റുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യും. അല്ലാതെ ഉപ്പൊട്ടും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഉപ്പ് വളരെ എന്ന് പറഞ്ഞാൽ സോഡിയം വളരെ ആവശ്യമുള്ളൊരു ഘടകമാണ്. അതൊട്ടും ചെല്ലാതിരുന്നാൽ അതിനേക്കാളും ദോഷം ചെയ്യും. രണ്ടാമതായിട്ട്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം ഒരു 2000 കലോറി ഉള്ളിൽ ചെല്ലണം. 2500 വരെ ആകാം. അതുപോലെ പ്രോട്ടീൻ ആണെങ്കിൽ 1 ഗ്രാം പ്രോട്ടീൻ പെർ kg പെർ ഡേ. അപ്പോൾ ഇത്രേ കഴിക്കാവുള്ളൂ. അതുപോലെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ അധികം കഴിക്കാതിരിക്കുക. അതുപോലെ നെയ്യ്, ബട്ടർ, ഇതൊന്നും അധികം കഴിക്കാതിരിക്കുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു സദ്യക്ക് പോകുന്നിരിക്കട്ടെ. സദ്യക്ക് പോയാൽ സദ്യയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം പരിപ്പ് കൂട്ടി ചോറ് തിന്നുന്നു. അപ്പോൾ ആദ്യത്തെ ഇടുന്ന ചോറ് അതിനുള്ളതാണ്, പരിപ്പ് കൂട്ടി തിന്നാൻ. രണ്ടാമത് സാമ്പാർ കൂട്ടി തിന്നുന്നു. അത് കഴിഞ്ഞ് പായസങ്ങളുടെ ഒരു വരവാണ്. അപ്പോൾ ചിലപ്പോൾ 3 തരം പായസവും ഒരു ബോളിയും കാണും. അതും കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പുളിശ്ശേരി കൂട്ടി അല്ലെങ്കിൽ മോര് കൂട്ടി ഒരിച്ചിരി ചോറും കൂടെ കഴിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 4000 കലോറി അന്നേരം തന്നെ നമ്മുടെ ഉള്ളിൽ ചെല്ലും. ഇതിൻ്റെ പകുതിയെ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിപ്പ് വേറെ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും യഥാർത്ഥത്തിൽ ആരോഗ്യപരമായ ഒരു ഭക്ഷണ രീതിയല്ല. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം ഇടുന്നത് തന്നെ 2ആയിട്ട് പകുത്തിട്ട് 1 പരിപ്പ് കൂട്ടാനും രണ്ടാമത്തെ പകുതി സാമ്പാർ ഒഴിച്ച് കഴിക്കാനും എടുത്ത് മാറ്റുക. അത് കഴിഞ്ഞ് പായസം അദ്ദേഹത്തിനെ കൊണ്ട് ഒഴിപ്പിക്കാതെ നമുക്ക് വേണ്ടി അതിൻ്റെ ടേസ്റ്റ് ഒന്നറിയാൻ ഒരിച്ചിരി പായസം 3 നേരവും വേണമെങ്കിൽ ഒരിച്ചിരി മാത്രം ഉപയോഗിക്കുക. ബോളി കഴിവതും അവോയ്ഡ് ചെയ്യുക. അത് കഴിഞ്ഞ് പുളിശ്ശേരിയും കൂട്ടിയുള്ള കഴിപ്പ് വേണ്ടാന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കലോറി കുറക്കാൻ പറ്റും. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഇല്ല എന്ന് തന്നെ പറയാം. പ്രോട്ടീൻ ഇവിടെ ആകെ ഉള്ളത് ആ പരിപ്പിൻ്റെ അകത്ത് ചേർക്കുന്ന ഒരിച്ചിരി
പരിപ്പ്, സാമ്പാറിൻ്റെ അകത്ത് ചേർക്കുന്ന ഇച്ചിരി പരിപ്പ്, ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പ്രോട്ടീൻ. അപ്പോൾ സദ്യ ഒരു സമീകൃത ആഹാരമേ അല്ല. അതുപോലെ നമ്മൾ ഇഷ്ടം പോലെ പഴവർഗ്ഗങ്ങൾ, അതുപോലെ പച്ചക്കറികൾ ഇത് കൂടുതൽ കഴിക്കുക. അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എക്സർസൈസ്. അപ്പോൾ നമ്മളത് ഒരു എയറോബിക് എക്സർസൈസുകളാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നടത്തം, ട്രെഡ്മില്ല്, നീന്തൽ, ജോഗിങ്, എയറോബിക് ഡാൻസ്, സൈക്ലിങ്, ഇതെല്ലാം എയറോബിക് എക്സർസൈസുകളാണ്. അപ്പോൾ നടക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് നേരം ഒന്ന് സ്ലോയിൽ നടന്നിട്ട് പിന്നെ നമ്മൾ കൈയും വീശി നല്ല സ്പീഡിൽ തന്നെ നടക്കുക. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം, 1/4 മണിക്കൂറിനും 1 മണിക്കൂറിനും ഇടയ്ക്ക് എല്ലാ ദിവസവും നടക്കുക. ഇത് പ്രഷർ കുറക്കാനായിട്ട് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് സ്ട്രെസ് ഇല്ലാത്ത ഒരു ജീവിതം. സ്ട്രെസ് ചിലപ്പോൾ പണത്തിൻ്റെ പ്രശ്നം കൊണ്ടാകാം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ മക്കൾ ഒരുമാതിരി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവരുടെ പോക്ക് എങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ട്രെസ് വരാം. അപ്പോൾ ഇതൊക്കെ ഈ സ്റ്റിറോയിഡ് ഹോർമോൺസ് കൂടുതൽ സെക്രീറ്റ് ചെയ്യും. ഈ സ്റ്റിറോയിഡ് ഹോർമോൺസ് കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്നത് പ്രഷർ കുറക്കാൻ സഹായിക്കത്തില്ല. അപ്പോൾ ഇവിടെ ചില യോഗ, മെഡിറ്റേഷൻ ഇതെല്ലാം സ്ട്രെസ് കുറക്കാനായിട്ട് നല്ല സംഗതികളാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് അവോയ്ഡ് ആൽക്കഹോൾ. ഈ ആൽക്കഹോൾ ഒരു ചെറിയ അളവിൽ നല്ലതാണെന്ന് വേണേൽ പറയാം. പക്ഷേ എങ്കിലും മലയാളിയുടെ മദ്യം ഉപയോഗിക്കൽ ഈ ചെറിയ അളവൊന്നുമല്ല, അത് പിന്നെ അത് തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുടിക്കുന്നത് ഒരിക്കലും പ്രഷറിന് നല്ലതാണ്. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ ഏറ്റവും നല്ലത് അവോയ്ഡ് ആൽക്കഹോൾ. അടുത്തതായിട്ട് പറയാനുള്ളത് സ്റ്റോപ്പ് സ്മോക്കിംഗ്, പുകവലി നിർത്തുക. അതുപോലെ പൊണ്ണത്തടി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഒക്കെ ഉള്ളവർ അത് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ച് ഒരു BMI 25 നിർത്തുക. നല്ല ഉറക്കം ഒരു പ്രധാന ഘടകമാണ്. പ്രഷർ കൺട്രോൾ ചെയ്യാൻ നല്ല ഉറക്കം വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരു 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ സുഖമായിട്ട് ഉറങ്ങേണ്ടത് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ആവശ്യമാണ്. അപ്പോൾ സ്ട്രെസ്സുള്ള ഒരു ജീവിതമാണെങ്കിൽ നല്ല ഉറക്കം കിട്ടാൻ സാധ്യത കുറവാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാലും സ്ട്രെസ്സ് കുറക്കുക. അതുപോലെ തന്നെ ഈ ചില മരുന്നുകൾ, പ്രഷർ കൂട്ടുന്ന മരുന്നുകളുണ്ട്. അപ്പോൾ നമ്മൾ അധികമായിട്ടുള്ള വേദന സംഹാരികൾ, സ്റ്റിറോയിഡ് കഴിപ്പ്, ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് പ്രഷർ കുറക്കാൻ നല്ലതാണ്. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 40 വയസ്സ് കഴിഞ്ഞ് റെഗുലറായിട്ട് BP ചെക്കപ്പ് ആവശ്യമാണ്. ഒരു BP ഉള്ള ആളായാലും അല്ലാത്ത ആളായാലും ഒരു മാസത്തിലൊരിക്കലെങ്കിലും BP ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ BP കുറക്കാൻ പറ്റും, BP കൂടാതെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ BPയുടെ മരുന്ന് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.